ദൈവനാമത്തിന് മഹത്വം. സഭയും ആത്മീയ ഇസ്രായേലും എന്ന ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ടുള്ള ചില ആത്മീക സത്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മീക ഇസ്രായേൽ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു. നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആത്മീക ഇസ്രായേൽ എന്താണ്, ആരാണെന്ന് ചോദിച്ചാൽ ആത്മീക ഇസ്രായേൽ ഒരിക്കലും സഭയല്ല. ആത്മീക ഇസ്രായേൽ എന്നതുകൊണ്ട് വേദപണ്ഡിതാക്കൾ ഉദ്ദേശിക്കുന്നത് ജഡപ്രകാരം അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുകയും അതേസമയം അബ്രഹാമിലുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുകയും ചെയ്യുന്ന പരിച്ഛേദനക്കാർ, ഇസ്രായേലർ, അവരാണ് ആത്മീക ഇസ്രായേൽ. അത് റോമാലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് അതോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, പുതിയ നിയമസഭ, ക്രിസ്തീയ സഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയാണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് പഴയ നിയമത്തിലുണ്ടായിരുന്നു. സഭയെ ആത്മീക ഇസ്രായേൽ എന്ന് വിളിക്കാം, അതിന് തുടർച്ചയാണ് സഭ എന്നൊക്കെ പറയുന്നതിൻ്റെ പൊള്ളത്തരമാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. വിശേഷാൽ ഈ നാളുകൾ ഇത് സംബന്ധിച്ച് കൃത്യമായിരിക്കുന്ന അറിവുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആത്മീക ഇസ്രായേൽ എന്താണെന്നുള്ളത് അസന്നിഗ്ധമായിട്ട് നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചതാണ്. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്, പുതിയ നിയമസഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയോ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. പുതിയ നിയമസഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയോ അല്ല എന്നാണ് നേരിട്ടും കൃത്യവുമായി നൽകുവാനുള്ള ഉത്തരം. പുതിയ നിയമസഭ ഒരിക്കലും ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല. പുതിയ നിയമസഭ ആത്മീക ഇസ്രായേലുമല്ല, ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയുമല്ല. അത് വിശദമാക്കുവാനായിട്ട് ചില കാര്യങ്ങൾ, അതിനുള്ള ചില തെളിവുകളും ന്യായവാദങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല എന്ന് പറയുവാനുള്ള ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് കർത്താവിൻ്റെ പ്രഖ്യാപനമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. വളരെ വ്യക്തമായിട്ട് സിമ്പിൾ ഫ്യൂച്ചറാണത്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്, ഭാവിയിൽ താൻ പണിയുവാൻ പോകുന്ന സംവിധാനത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല എന്ന് സ്ഥാപിക്കുവാൻ ഈ ഒരൊറ്റ വാക്യത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം മാത്രം മതി. സാമാന്യ ബുദ്ധിയിൽ ലളിതമായി ബൈബിൾ വായിക്കുന്ന ആർക്കും ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പിന്നെ നാം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ബൈബിൾ വാക്യങ്ങളെ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷെ വളരെ വ്യക്തമാണ്, സഭ ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ളതായിരിക്കും തെളിവാണ് യേശു കർത്താവിൻ്റെ ഈ പ്രഖ്യാപനം, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കർത്താവിൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ ചരിത്രപരമായിരിക്കുന്ന നിവൃത്തി, അല്ലെങ്കിൽ സഭയുടെ ചരിത്രപരമായിരിക്കുന്ന ഉത്ഭവം കൂടെ നമുക്കതോട് ചേർത്ത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രഖ്യാപനം, കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളതായിരിക്കുന്ന കർത്താവിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ചരിത്രപരമായ നിവൃത്തി, അല്ലെങ്കിൽ സഭയുടെ ചരിത്രപരമായിരിക്കുന്ന ഉത്ഭവം നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്താൽ ദൈവസഭ രൂപീകൃതമാകുന്ന രംഗം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗങ്ങളുടെ സൂക്ഷ്മമായ പരിശോധന സഭ ഒരിക്കലും ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹിക്കാൻ നമ്മെ വീണ്ടും സഹായിക്കുന്ന കൂടുതൽ തെളിവുകളാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം ഒന്ന് ഉദ്ധരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന്, ഇംഗ്ലീഷ് വായിച്ചാൽ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇറ്റ് ഫിൽ ദ ഹോൾ ഹൗസ്. ആ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തൻ്റെ മേൽ പതിയുകയാണ്. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറയ്ക്കുകയാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന ആ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മ സ്നാനം അവിടെ സംഭവിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന എല്ലാവരെയും യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുകയാണ്. അതുവരെ ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന ആ സംഘം ഇപ്പോൾ സഭയായി രൂപാന്തരപ്പെടുകയാണ്. ആ കാത്തിരുന്ന എല്ലാവരും, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ആ കാത്തിരുന്ന എല്ലാവരും അവർ ആത്മീക ഇസ്രായേലിൻ്റെ പാർട്ടാണ്, ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമാണ്. ആ സംഘത്തെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് സഭയായി ഒരു പുതിയ മനുഷ്യൻ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു ഏക ശരീരം അവിടെ ജനിക്കുകയാണ്. ആശയം വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സഭാരൂപീകരണം നടന്നതിന് ശേഷം പത്രോസിൻ്റെ പ്രസംഗം അവിടെ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ രൂപീകരണത്തിന് ശേഷം പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഇപ്രകാരമായിരുന്നു. അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദാ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നമുക്കറിയാം, ഈ പ്രസംഗത്തിൻ്റെ ഫലമായി 3000-ഓളം യഹൂദർ പുതിയ നിയമസഭയുടെ ഭാഗമാകുകയാണ്. നമ്മൾ വായിക്കുന്നതിന് 2-ാം അധ്യായം 41-ാമത്തെ വാക്യം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ആരോട് ചേർന്നു? അവരോട് ചേർന്നു. അതായത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം സംഭവിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ആ സംഘത്തോട് ചേർന്നു. ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്നു അവർ, ഈ കാത്തിരുന്നവർ. അവരോട് കാത്തിരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി, വീട് മുഴുവൻ നിറച്ചു. അതായത് അവരെ പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുത്തി. അവർ സഭയായി രൂപാന്തരപ്പെട്ടു, സഭയായി രൂപം കൊണ്ടു. അവരോട് 3000 പേര് ചേരുകയാണ്. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ 3000 പേര് ചേരുകയാണ്. അപ്പോൾ ആത്മീക ഇസ്രായേലിനോട് ചേരുകയല്ല, സഭയോട് ചേരുകയാണ്. ഈ പരിശുദ്ധാത്മ സ്നാനത്താൽ രൂപീകൃതമായ ദൈവസഭയോട് അവർ ചേരുകയാണ്. ഇനി ചരിത്രം തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്നവരൊക്കെ സ്നാനമേറ്റ് പുതിയ നിയമസഭയുടെ ഭാഗമായി തീരുന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ, സഭാചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ സ്നാനമേറ്റ് സഭയോട് ചേരുകയാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ന്റെ 1 മുതൽ 7 വരെ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്ന് പറഞ്ഞു. 4-ാം വാക്യം. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാവരും കൂടെ 12ഓളമായിരുന്നു. അപ്പോൾ ആത്മീക ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാർ സ്നാനമേറ്റ് ദൈവസഭയുടെ ഭാഗമായി തിരിക്കുകയാണ്. സഭ അവരോട് ചേരുകയല്ല, അവർ സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുകയാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം, ആ അപ്പോസ്തലന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആത്മീക ഇസ്രായേൽ സ്നാനമേറ്റ് സഭയോട് ചേരുകയാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആശയം വളരെ വ്യക്തമാണ്. പുതിയ നിയമസഭ ഒരിക്കലും ആത്മീക ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയല്ല. പുതിയ നിയമസഭ ആത്മീക ഇസ്രായേലല്ല. അതൊരു പുതിയ മനുഷ്യനാണ്, അത് ഒരു പുതിയ ശരീരമാണ്, അത് ഏക ശരീരമാണ്. അപ്പോൾ ഇതോട് ചേർത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
സഭയും ദൈവത്തിൻ്റെ ഇസ്രായേലും എന്നുള്ളതാണ്. ആത്മീയ ഇസ്രായേൽ എന്ന വിഷയം പഠിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ദ ഇസ്രായേൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇസ്രായേൽ. ആരാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ? സഭയെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിളിക്കാമോ? ഈ ആത്മീക ഇസ്രായേൽ എന്ന് സഭയെ വിളിക്കാം എന്ന് പറയുന്ന ആളുകൾ ഈ വാക്യം എടുത്തിട്ട് ഇവിടെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്, അത് സഭയെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വാക്യം ഇതും നമ്മളതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ആരാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ? ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്നിവിടെ വിളിച്ചിരിക്കുന്നത് പുതിയ നിയമസഭയെ അല്ല. നേരിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ട് ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരിക്കലും ക്രിസ്തീയ സഭയെ അല്ല, പുതിയ നിയമസഭയെ അല്ല. പിന്നെ ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം അവിടെ വന്നത് എന്നൊക്കെ നമുക്കതിനുള്ള ചില തെളിവുകൾ, ചില ന്യായവാദങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമസഭയെ അല്ല എന്നതിനുള്ള ചില തെളിവുകളും ന്യായവാദങ്ങളും നമുക്ക് മുന്നോട്ട് പരിശോധിക്കാം. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷം ആക്സ് 2-ൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷവും ഇസ്രായേൽ എന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷവും ഇസ്രായേൽ എന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ്. സഭയെ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല, സഭയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു പേര് നൽകിയിട്ടില്ല, സഭ ഒരിക്കലും അങ്ങനെ ഒരു പേര്, ഇസ്രായേൽ എന്നൊരു പേര് സഭ എടുത്തിട്ടുമില്ല. ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷവും ഇസ്രായേലിൽ നിന്നുള്ളവരെ തന്നെ, ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ് ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പെന്തക്കോസ്ത് നാളിലെ പത്രോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഈ 3000 പേരൊക്കെ സ്നാനപ്പെട്ടതിന് ആ സംഭവം വിശദീകരിക്കുന്ന ഭാഗത്ത് 2:22 നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. പെന്തക്കോസ്ത് നാളിലെ പത്രോസിൻ്റെ പ്രസംഗമാണ്. അവിടെ പത്രോസ് അഭിസംബോധന ചെയ്യുകയാണ്. അതായത് ദൈവസഭ രൂപീകൃതമായതിനു ശേഷം ജനത്തെ അഭിസംബോധന ചെയ്ത പത്രോസ് സംസാരിക്കുമ്പോൾ പത്രോസ് പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ. ഇനി മുന്നോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുന്ന മുടന്തനെ സൗഖ്യമാക്കിയതിന് ശേഷം പത്രോസ് നടത്തിയൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പത്രോസ് പറയുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ആത്മീക ഇസ്രായേൽ സ്നാനമേറ്റ് സഭയോട് ചേരുന്നൊരു സമയമാണ്. ആത്മീക ഇസ്രായേലും സ്നാനമേറ്റ് സഭയോട് ചേരുന്ന ആ സമയത്തും ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് വിളിക്കുന്നത് ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ്. ഇനി മുടന്തിന് ലഭിച്ച സൗഖ്യത്തെ സംബന്ധിച്ച് മഹാപുരോഹിതൻ്റെ മുൻപിൽ പത്രോസ് നടന്നൊരു വാദപ്രതിവാദമുണ്ട്. ആ വിശദീകരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തിയിലെ 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീണ്ടും അവിടെ ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ്. അപ്പോൾ ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷവും ഇസ്രായേൽ എന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജാതിയിൽ നിന്നുള്ളവരെ തന്നെയാണ്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റാണ്. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുക, ദൈവം സ്വന്തം ജനമായ ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം സ്വന്തം ജനമായ ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് വിശേഷം? ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ പ്രസ്താവന കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആശയം ഇതാണ്, ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളയാത്തിടത്തോളം കാലം ഇസ്രായേലിൽ നിന്നും തികച്ചും വിഭിന്നമായ മറ്റൊരു കൂട്ടത്തെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ആശയക്കുഴപ്പത്തിന് കാരണമാകും. അത് യുക്തിരഹിതമാണ്, അസംബന്ധമാണ്. അതോടെ പറയാം,
ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളയാത്തിടത്തോളം കാലം, ഇസ്രായേൽ ജാതിയെ പൂർണ്ണമായും തള്ളിക്കളയാത്തിടത്തോളം കാലം ഇസ്രായേലിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ മറ്റൊരു കൂട്ടത്തെ ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത് യുക്തിരഹിതമാണ്. അപ്പോൾ അത് ആധാരമായിട്ട് ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവം ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതിന് ആധാരമായിട്ട് ചില വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, 3:12. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് വീണ്ടും പറയുന്നു, ഭൂമിയിലെ സകല വംശങ്ങളും നിൻ്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ തന്നെയാണ് പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെ പ്രവാചകന്മാരുടെ മക്കൾ. അവരാണ് ഉടമ്പടിയുടെ മക്കൾ. നിയമത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ മക്കൾ. ഈ ഉടമ്പടിയുടെ ജനത്തെ ദൈവം ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായി ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നത് പൗലോസാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവം ഇസ്രായേൽ എന്ന ജാതിയെ പൂർണ്ണമായി തള്ളിക്കളയാത്തിടത്തോളം കാലം ഇസ്രായേലിൽ നിന്നും വിഭിന്നമായ മറ്റൊരു കൂട്ടത്തെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് അസംബന്ധമാണ്. അപ്പോൾ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടില്ല, പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതിന് പൗലോസ് നിരത്തുന്ന ചില ന്യായവാദങ്ങളാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമില്ല. 2-ാമത്തെ വാക്യം, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ വേദഭാഗങ്ങളിൽ സ്വജനം, തൻ്റെ ജനം എന്നൊക്കെ പൗലോസ് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിനെയാണ്. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം പൗലോസ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെയാണ്. ദൈവം സ്വജനത്തെ, മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും അവരെ എങ്ങനെയാണ് ദൈവം സൂക്ഷിക്കുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. ഈ സ്വന്തം ജനത്തെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം എങ്ങനെയാണ് അവരെ സൂക്ഷിക്കുന്നത് എന്ന കാര്യം വിശദീകരിച്ച് വരുമ്പോൾ ഒരു പഴയ നിയമ സംഭവം ആദ്യം പറഞ്ഞു. അതായത് ഏലിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം പൗലോസ് നൽകി. എന്താണ്? 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. റോമർ 11:3 ഒരു പഴയ നിയമ സംഭവം. കർത്താവേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞ സമയത്ത് കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? ബാലിന് മുഴങ്കാലം അടക്കാത്ത, മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏലിയാവിൻ്റെ കാലത്തെ ശേഷിപ്പിനെ പോലെ പൗലോസ് പറയുകയാണ് തുടർന്ന്, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ആത്മീക ഇസ്രായേലിനെ ശേഷിപ്പിച്ചതുപോലെ, അതായത് ബാലിന് മുട്ടുകുത്താത്ത ഒരു വിഭാഗം ജനത്തെ ശേഷിപ്പിച്ചതുപോലെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഒരു ജാതി എന്ന നിലയിൽ അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ, ഇസ്രായേൽ തള്ളിക്കളഞ്ഞപ്പോൾ, ദൈവം തൻ്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം അവരിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും ഒരു ശേഷിപ്പിനെ തനിക്കായിട്ടെടുത്ത് സഭയ്ക്കകത്ത് അവരെ സൂക്ഷിക്കുകയാണ്. സഭയിൽ കർത്താവ് അവരെ സൂക്ഷിക്കുകയാണ്. ഈ ശേഷിപ്പിന്ന് ദൈവസഭയിലാണ്. അവർ ദൈവസഭയുടെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ അവരിൽ ഒരാളാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, തള്ളിക്കളഞ്ഞിട്ടില്ല, ഞാനും ഇസ്രായേലിനല്ലോ അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. ഏതൊരു കാലത്തും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചതുപോലെ സ്വജനത്തിൽ നിന്ന് ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഞാനൊരു ശേഷിപ്പിനെ എടുത്ത് സഭയ്ക്കകത്ത് സൂക്ഷിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. നാളെ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. റോമർ 11:7, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ നിന്നുള്ള കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ശേഷിപ്പ് അവർ അതിനെ പ്രാപിച്ചു, അവരതിൻ്റെ കൈവശമാക്കി, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് ഭാഗികമായ അന്ധത, അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ കഠിനപ്പെട്ടിരിക്കുന്ന, അന്ധതയിലായിരിക്കുന്ന ആ ശേഷമുള്ള ഇസ്രായേലിനെയും
ഇസ്രായേലിൽ നിന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ആകയാൽ 7-ാം വാക്യത്തിൽ ആകയാൽ എന്ത് ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അതായത് ഇസ്രായേലിൽ നിന്നും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം കർത്താവ് ഒരു കൂട്ടരെ സഭയിലേക്ക് കൊണ്ടുവന്നു. ശേഷമുള്ളവർ കഠിനപ്പെട്ടിരിക്കുകയാണ്. അവരെയും ഇസ്രായേലിൽ നിന്ന്, ആ ശേഷമുള്ളവരെയും ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതാണ് 25-ാം വാക്യത്തിൽ കാണുന്നത്. ഭാഗികമായി അവർക്ക്, ഈ ശേഷമുള്ളവർക്ക് കാഠിന്യം ഭവിച്ചിരിക്കുന്നു, അന്ധത ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അർത്ഥാൽ ഇസ്രായേൽ ജാതിയിൽ നിന്നുമുള്ള ഒരു ശേഷിപ്പിനെ ദൈവത്തിൻ്റെ കൃപയാനുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ദൈവീക അനുഗ്രഹങ്ങൾ അനുഭവിച്ച് വരുന്ന സഭയ്ക്കകത്താണ്. അവരെയാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. അവരെയാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിളിച്ചിരിക്കുന്നത്. അത് പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു പേരല്ല. ഗലാത്യർ 6:16 ഒന്നുകൂടെ വായിച്ചാൽ, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ പ്രമാണം, ഏത് പ്രമാണം? തൊട്ടു മുകളിലെ വാക്യം, 15-ാമത്തെ വാക്യം, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി എത്രേ കാര്യം, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും. അപ്പോൾ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും എന്ന പ്രയോഗത്തിൽ പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുള്ള സകലരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഇസ്രായേലിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന പ്രയോഗമാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്നുള്ളത്. അതിൻ്റെ കാരണം നമ്മൾ ഗലാത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനം എഴുതുവാനുള്ള കാരണം മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കയില്ല എന്നുള്ള ഉപദേശവുമായിട്ട് യഹൂദ മതവാദികൾ ദൈവസഭകളിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ പരിച്ഛേദന എന്ന ഉപദേശത്തിൻ്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കാനായിട്ട് പൗലോസ് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. അതുകൊണ്ടാണ് പറഞ്ഞത് പരിച്ഛേദനയല്ല, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും, ദൈവത്തിൻ്റെ ഇസ്രായേലും ഇന്ന് പ്രമാണിക്കേണ്ടത് ഈ പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ സത്യമാണ് അവിടെ വ്യക്തമാക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവസഭയ്ക്കകത്തുള്ള ഇസ്രായേലിയ ശേഷിപ്പിനെയാണ്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കാൻ ആവശ്യമുണ്ട്. പുതിയ നിയമസഭയെ അല്ല ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതേ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.